ഹായ് ഫ്രണ്ട്സ്, ചീരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേനലൊക്കെ നല്ല കടുത്തിങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല 3 ഐറ്റംസ് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെന്താ അറിയില്ല എല്ലാവർക്കും, ഞങ്ങളിതിനെ മലപ്പുറംകാരിതിനെ വത്തയ്ക്ക എന്നാണ് വിളിക്കുക കേട്ടോ. തണ്ണിമത്തൻ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും ഈ സംഭവത്തിന്. അപ്പോൾ നമ്മൾ വത്തയ്ക്ക എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ വത്തയ്ക്ക വെച്ചിട്ട് 3 അടിപൊളിയായിട്ടുള്ള കൂൾ ഡ്രിങ്ക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മളിതാ ഇത്ര വലിപ്പമുള്ള വത്തയ്ക്കയാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന് 2 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു കഷ്ണം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു കഷ്ണം കൊണ്ട് മുറിച്ചുണ്ടാക്കാം കേട്ടോ. വത്തയ്ക്ക ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടം പോലെ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ വത്തയ്ക്ക ഇങ്ങനെ മാത്രമായിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് കുടിക്കണില്ലേ, അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കണ്ടല്ലോ, ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കിയാൽ ഏതാ ഇഷ്ടപ്പെടുക വെച്ചാൽ അതിനൊരു രീതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വത്തയ്ക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി ചെറിയതാക്കി ഒരു പാത്രത്തേക്ക് മുറിച്ചിട്ടാലോ, നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കുരു നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കണേ. ഇത് നല്ല മൂത്ത വത്തയ്ക്കയാണ്, അതുകൊണ്ട് കറുത്ത കുരു തന്നെയാണ്. മൂക്കാത്ത വത്തയ്ക്കാണെങ്കിൽ വെള്ള കുരുവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടണമെങ്കിൽ കുഴപ്പമില്ല. ഇതും കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാലും മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകുമല്ലോ, അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാട്ടോ. അപ്പോൾ വത്തയ്ക്കൊക്കെ കുരുവൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്ക നമുക്ക് 2-3 സാധനങ്ങൾ കൂടി ചേർക്കാണ്ട്, അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ 3 സാധനങ്ങളാണിത്. ഇത് പുതിനയിലയാണ്, ഇതാ കണ്ടില്ലേ. ഇത് ഇഞ്ചിയാണ് കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. പിന്നെ ഇത് നമ്മളെ നമ്മളെ നാടൻ മാങ്ങയാണിത്. ഇതിനെന്താ ഇവിടെ പറയുക വെച്ചാൽ ഞങ്ങൾ കോമാങ്ങ എന്നാണ് പറയുക. ഈ മാങ്ങയ്ക്ക് എന്തൊക്കെ പേരുകളാണുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഞങ്ങളിതിന് കോമാങ്ങ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളെ വത്തക്കയ്ക്ക് മുറിച്ചിടാം കേട്ടോ. തോലൊന്നും കളയണ്ട കേട്ടോ മാങ്ങേൻ്റെ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും കൂടി ചേർക്കണേ. പുതിനയിൽ ഏകദേശം ഒരു പിടി കേട്ടോ, അതും ചേർത്തു. ഇനി ഇതിക്ക് ആവശ്യത്തിന് മധുരം കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റത്തെ ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റത്തെ ടൈപ്പ് കേട്ടോ. ഇനി ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഇനി ബാക്കി 2 കൂടി ഉണ്ടാക്കണ്ടേ, നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ജ്യൂസിൽ നിന്ന് ഇതിക്ക് ലേശം ഒഴിച്ചു കൊടുക്കട്ടോ, ഒരു പകുതി ഒഴിച്ചാൽ മതിയേ. ഇതിക്ക് നമുക്കൊരു ഇത്തിരി പുതിന ഇടാം കേട്ടോ, അത്രേ. പിന്നെ നമ്മൾ ഇടാൻ പോകണത് എന്താ പറയുക, അതേപോലെ നടുക്ക് ചീന്തിയതാ ഒരു പച്ചമുളകും കൂടി ഇടാണേ. അപ്പോൾ അതിട്ടു. ഇനി നമുക്ക് അതിക്ക് എന്താ ഒഴിക്കാൻ പോകണം അറിയോ, ഇതാണ് കേട്ടോ, ഇതാണ് ക്ലബ് സോഡ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മധുരം കുറച്ചൊരു കുറവുണ്ടാവാം, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കുടിക്കാം. ഇനി ഇതിക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വത്തയ്ക്ക മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ പീസുകളാക്കിയിട്ട് അരിയണം കേട്ടോ, കാരണം അത് നമ്മൾ ജ്യൂസ് അടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതാക്കി അരിയാം. അപ്പോൾ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ചെറുതാക്കണം കേട്ടോ, കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിക്സിയിലൊന്നും അടിക്കണില്ല, അതുകൊണ്ട് പിന്നെ മാക്സിമം ചെറുതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഈ വത്തയ്ക്കില്ലേ, നമ്മളിത് പാലിലേക്കാട്ടോ ഒഴിക്കണത്. അപ്പോൾ നല്ല തണുത്ത പാലാവണേ. അപ്പോൾ ഞാൻ ആ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അത് ചെയ്യാം. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇതിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് വേറെ സംഭവം ഇടാണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് കസ്കസ്, എല്ലാവർക്കും അറിയാലോ, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലും മധുരം ഉണ്ടാവും, വത്തയ്ക്കേൻ്റെ മധുരം ഉണ്ടാവും, എന്നാലും നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ടെസ് അവിടുന്ന് എന്തിനാണാവോ നല്ലോണം കുറയ്ക്കുന്നുണ്ട്. റോട്ടിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടാവും. റോട്ടിൽ കൂടെ ഒരു പൂച്ചക്കുട്ടി പോയാൽ പോലും ഓള് അവിടെ നിന്ന് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ടെസ്സാന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നാടും വീടും എന്ന് പറഞ്ഞൊരു വീഡിയോ മുകളിലുണ്ടാവും, ആ ക്ലിക്ക് ചെയ്ത് കാണുക, അതിലുണ്ടാവും ടെസ്സ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. അയ്യോ കുറച്ച് ചിന്തിപ്പോയി, സാറില്ല.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് ഐസ്ക്രീം ആയാലും മതി, ഞാൻ വാനിലയാണ് വാങ്ങിയത്. അപ്പം നമ്മളെ മൂന്നാമത്തെ ഡ്രിങ്കും ഇതാ റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കസ്കസ് ഇങ്ങനെ വെച്ചെടുക്കല്ലേ ഒരു ഭംഗിക്ക്. അപ്പോൾ ഇതിനൊരു ഭംഗിക്ക് നമുക്ക് 2 മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ 3 ഡ്രിങ്ക്സ് ഇതാ വളരെ പെട്ടെന്ന് ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുടിച്ച് നോക്കല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രിങ്ക് ഞാൻ എടുക്കുകയാണേ. നല്ലൊരു തണുപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകണം, നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത കുടിച്ച് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ എടുത്തു. അപ്പോൾ ഇതൊന്നിങ്ങനെ മിക്സ് ആക്കട്ടെ നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇതിൻ്റെ അടിയിലാണ് ആ വത്തക്കേൻ്റെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കാം നമുക്ക്. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തും കൂടി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സോഡ ഒഴിച്ചിട്ടുള്ള ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുടിച്ച് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ആ മിൻറ്റ് ലീഫ് നമ്മൾ ഇട്ടതും ആ സോഡേൻ്റെയും പിന്നെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചില്ലേ, നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഇതിങ്ങനെ ഇറക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ഇങ്ങനെ കുടിക്കാൻ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് 3 ഡ്രിങ്ക്സും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ല ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും നല്ലോണം അഭിനന്ദിക്കും എന്തായാലും. ഞാൻ ഗ്യാരണ്ടിയാണ്, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ 3 നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ രണ്ടാമത് കുടിച്ചില്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഇട്ടുകൊണ്ട് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പാലും വത്തക്കയും പഞ്ചസാരയും കൂടി അല്ലേ നമ്മൾ ചേർത്തേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ആ കസ്കസ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണോണ്ട് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതായിരിക്കും ഇഷ്ടം, കാരണം ഐസ്ക്രീമൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഫസ്റ്റ് കുടിച്ച ഡ്രിങ്ക്സ് എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമാങ്ങേൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും മിൻറ്റും പിന്നെ ആ വത്തക്കേൻ്റെ ആ ഒരു ചൊയയും. ഏതായാലും നല്ല രസമുണ്ട്. അപ്പം ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ അതേപോലെ സീസൺ ടൈമിൽ, ഇപ്പോൾ വത്തക്ക സീസണാണ്, അതേപോലെ സീസൺ ടൈമിലൊക്കെ വാങ്ങി കുടിക്കുക, കഴിക്കുകയൊക്കെ ചെയ്യുക. എന്താ വെച്ചാൽ വത്തക്ക അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടക്കേട് തോന്നൂലേ. അപ്പോൾ ഇതേപോലെ വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും തന്നെ കുടിക്കാനും ഒക്കെ ഒരു ഇഷ്ടമാവും. അതുപോലെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, ഞാൻ ബാക്കിയുള്ളതൊക്കെ അവർക്കൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ആദ്യം തന്നെ ഐസ്ക്രീം ഇട്ടുള്ളത് കൊടുക്കാം അല്ലേ, കുട്ടികളല്ലേ. ഒരു ഐസ്ക്രീമൊക്കെ ഉള്ളത് കഴിക്കട്ടെ ഫസ്റ്റ്. അപ്പോൾ ഇതാ അവരൊക്കെ റെഡി ആയിട്ടുണ്ട് കുടിക്കാനായിട്ട്. കിച്ചു കുടിക്കല്ലേ? എന്നാ എടുത്തോ ഒന്ന് നച്ചു. ഇങ്ങനെ ഉണ്ട് ചേച്ചാ? അടിപൊളി. ഓ സൂപ്പർ മണിക്കുട്ടിയെ, നല്ല രസമുണ്ട്. എന്നാ കുടിച്ചോളി. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വേറെ ഡ്രിങ്ക്സ് ഉണ്ട്, അതും കൂടി തരാം കേട്ടോ. അതിൻ്റെ കൂടി അഭിപ്രായം പറയണേ. നമുക്ക് സോഡ ഒഴിച്ചതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകണം കേട്ടോ. രണ്ടാമത് എന്നാ കിച്ചുവിന് എന്താണ്? ഹലോ, കുടിക്കലും നിർത്താത്ത എന്താ അങ്ങനെ കുടിച്ചോണ്ടിരിക്കണേ? നോക്കട്ടെ. ഐഷ് ഇങ്ങനെ ഉണ്ട് സോഡ ഒഴിച്ചിട്ട്. ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. എരുണ്ടോ? എന്താ ടേസ്റ്റ്? എന്താ മധുരമാണോ ഉപ്പാണോ? നാരങ്ങേൻ്റെ ടേസ്റ്റാ? സോഡേൻ്റെ ഒന്നും തോന്നണില്ല. ആൾക്കാന്ന് കേൾക്കണമെന്നില്ല തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ അച്ചു? സൂപ്പർ. എന്നാൽ ഞാൻ കുടിച്ചോളി, എന്നിട്ട് വേണം അടുത്ത് തരാൻ. നിങ്ങളങ്ങനെ വെറുതെ ഇവിടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. വെള്ളം കുടിക്കൂല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ അങ്ങനെ കുടിച്ചോളൂ അല്ലേ? കിച്ചുവിനെ ഫുള്ള് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫുള്ള് കുടിച്ചിട്ടോ. അയ്യോ, എല്ലാവരും കൈയടിച്ചേ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഡ്രിങ്കാണ് കേട്ടോ കൊടുക്കണേ. നമ്മളെ മാങ്ങയും ഇഞ്ചിയും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള. എന്നാ കിച്ചു തീർത്തോ.
അപ്പം അങ്ങനെ 3 ഡ്രിങ്ക്സും കുട്ടികളിതാ നല്ല ഇഷ്ടപ്പെട്ട് കുടിച്ചിട്ടുണ്ട്. ഞാൻ കിച്ചൊന്ന് രണ്ടാമത്തെ ആ സോഡ ഒഴിച്ച് കുടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ കിച്ച് വരെ അത് കുടിച്ചു. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.